നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പന്നിത്തടത്ത് ലക്ഷ്യം നിധി എന്ന പേരിൽ പണമിടപാട് സ്ഥാപനം നടത്തി നിക്ഷേപകരെ കബളിപ്പിച്ച് പണം തട്ടിയ കേസിൽ സ്ഥാപന ഉടമ അറസ്റ്റിൽ. പെരിങ്ങോട് മൂളിപ്പറമ്പ് താഴത്തേതിൽ ഉമ്മർ അലിയാണ് അറസ്റ്റിലായത്. അമൃത് ജലവിതരണ പദ്ധതിയുടെ ഭാഗമായ കുടിവെള്ള ടാങ്ക് ആനത്താവളത്തിൽ സ്ഥാപിക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് ഗുരുവായൂർ നഗരസഭ പിന്മാറി. 1.5 ലക്ഷം ലിറ്റർ വെള്ളം സൗജന്യമായി നൽകണമെന്ന ദേവസ്വത്തിന്റെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ്. കുന്നംകുളം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിനായി കുറുക്കൻപാറയിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ കോൺക്രീറ്റിംഗ് പ്രവൃത്തികൾ പൂർത്തിയായി. എസ് മൊയ്തീൻ MLA നിർമ്മാണ സ്ഥലങ്ങൾ സന്ദർശിച്ചു. യാത്രികർക്ക് ഭീഷണിയായ ചൂണ്ടൽ ബസ് സ്റ്റോപ്പിന് സമീപമുള്ള തണൽ വൃക്ഷം ഭാഗികമായി മുറിച്ചു നീക്കി. മരം മുറിച്ചു മാറ്റിയത് CCTV വാർത്തയെ തുടർന്ന്. അമ്മയോടൊപ്പം ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ 2.5 വയസ്സുകാരിയുടെ അരപ്പവൻ സ്വർണ്ണച്ചെയിൻ മോഷ്ടിക്കാൻ ശ്രമം. പാലക്കാട് വടവന്നൂർ പിലാപ്പിള്ളി വീട്ടിൽ രാമകൃഷ്ണനെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞമ്മനേങ്ങാട് ചക്കിത്തറയിൽ മരത്തിൽ നിന്ന് വീണ് ഗൃഹനാഥൻ മരിച്ചു. കാട്ടിശ്ശേരി സുകുമാരൻ മകൻ 53 വയസ്സുള്ള ഷാജിയാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. പന്നിത്തടത്ത് ലക്ഷ്യം നിധി എന്ന പേരിൽ പണമിടപാട് സ്ഥാപനം നടത്തി നിക്ഷേപകരെ കബളിപ്പിച്ച് പണം തട്ടിയ കേസിൽ സ്ഥാപന ഉടമയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട് മൂളിപ്പറമ്പ് താഴത്തേതിൽ വീട്ടിൽ 36 വയസ്സുള്ള ഉമ്മർ അലിയാണ് അറസ്റ്റിലായത്. നിക്ഷേപകരായ 5 പേരുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ഇവരിൽ നിന്ന് മാത്രം 60 ലക്ഷം രൂപയിലധികം തട്ടിയെടുത്തതായി പറയുന്നു. 2 വർഷം മുമ്പാണ് പന്നിത്തടം കേന്ദ്രീകരിച്ച് ലക്ഷ്യം നിധി എന്ന പേരിൽ പണമിടപാട് സ്ഥാപനം പ്രതി ആരംഭിച്ചത്. ഉയർന്ന പലിശ വാഗ്ദാനം നൽകിയാണ് നിക്ഷേപങ്ങൾ സ്വീകരിച്ചത്. കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപത്തുക പോലും മടക്കി നൽകിയില്ല. ഇത്തരത്തിൽ നിരവധി പേരിൽ നിന്ന് പണം തട്ടിയെടുത്തതായും പരാതിയുണ്ട്. വഞ്ചനാക്കുറ്റത്തിനോടൊപ്പം ബഡ്സ് ആക്ടും കൂടി ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഇൻസ്പെക്ടർ S അനീഷ് കുമാറാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. SIമാരായ KV ജോണി, ആൻഡോ ഫ്രാൻസിസ്, ASI KA ഷാജി എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. അമൃത് ജലവിതരണ പദ്ധതിയുടെ ഭാഗമായ കുടിവെള്ള ടാങ്ക് ആനത്താവളത്തിൽ സ്ഥാപിക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് ഗുരുവായൂർ നഗരസഭ പിന്മാറി. ടാങ്ക് സ്ഥാപിക്കുകയാണെങ്കിൽ ദിവസേന 1.5 ലക്ഷം ലിറ്റർ വെള്ളം സൗജന്യമായി നൽകണമെന്ന ദേവസ്വത്തിന്റെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് കൌൺസിലിൽ വ്യക്തമാക്കി. സ്ഥലത്തിന്റെ ഉടമസ്ഥത ദേവസ്വത്തിൽ തന്നെ നിലനിർത്തി ടാങ്ക് നിർമ്മിക്കാനാണ് നഗരസഭ അനുമതി തേടിയിരുന്നത്. ഇതേ തുടർന്ന് ദേവസ്വം മന്ത്രിയുടെയും ജലവിഭവ മന്ത്രിയുടെയും സംയുക്ത യോഗം ചേർന്നപ്പോൾ തങ്ങളുടെ സ്ഥലത്ത് ടാങ്ക് നിർമ്മിക്കാൻ അനുമതി നൽകണമെങ്കിൽ കുടിവെള്ളം സൗജന്യമായി നൽകണമെന്ന ആവശ്യം ദേവസ്വം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ നഗരസഭാ കൌൺസിൽ ചേർന്ന് തീരുമാനമെടുക്കാൻ യോഗം നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ദേവസ്വം ആവശ്യപ്പെട്ട 1.5 ലക്ഷം ലിറ്റർ കുടിവെള്ളത്തിന്റെ വില നഗരസഭ നൽകണമെന്ന നിർദ്ദേശവും യോഗം മുന്നോട്ട് വെച്ചു. തദ്ദേശമന്ത്രി യോഗത്തിലുണ്ടായിരുന്നില്ല. വിഷയം വ്യാഴാഴ്ച ചേർന്ന കൌൺസിലെത്തിയപ്പോൾ ദേവസ്വത്തിന്റെ നിർദ്ദേശം അംഗീകരിച്ചാൽ ഇപ്പോഴത്തെ നിരക്കനുസരിച്ച് 1.80 ലക്ഷം രൂപ പ്രതിമാസം നഗരസഭ വെള്ളക്കരമായി നൽകേണ്ടി വരുമെന്ന് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് പറഞ്ഞു. മറ്റൊരു സ്ഥലത്ത് ടാങ്ക് സ്ഥാപിക്കുമെന്നും അറിയിച്ചു. പൂക്കോട് മേഖലയിലേക്ക് സുഗമമായി വെള്ളം നൽകാനാണ് ടാങ്ക് സ്ഥാപിക്കുന്നത്. നഗരസഭയുടെ കീഴിലെ ചാവക്കാട് സ്കൂൾ ഗ്രൗണ്ട് ഫുട്ബോൾ ടർഫ് ഗ്രൗണ്ടാക്കി മാറ്റുന്നതോടെ ഈ സ്കൂളിലെ കുട്ടികൾക്ക് ഫുട്ബോൾ ഒഴിച്ചുള്ള കായിക ഇനങ്ങൾ പരിശീലിക്കാൻ മൈതാനം ഇല്ലാതാകുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ പറഞ്ഞു. ആദ്യത്തെ പ്ലാനിൽ അത്ലറ്റിക്സിനുള്ള സിന്തറ്റിക് ട്രാക്ക് അടക്കം ഉണ്ടായിരുന്നുവെന്നും ആരുടെ താൽപര്യത്തിലാണ് അത് തിരുത്തിയതെന്നും അദ്ദേഹം ചോദിച്ചു. പരാതികളുടെ അടിസ്ഥാനത്തിൽ സ്ഥലം പരിശോധിച്ചിരുന്നുവെന്നും 100 മീറ്റർ ഓട്ടത്തിന് സൗകര്യമുള്ള ട്രാക്ക് ഒരുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു. കൂടുതൽ സൗകര്യത്തിനായി സ്ഥലം ഏറ്റെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് ചെയർമാൻ പറഞ്ഞു. ഷീ ലോഡ്ജ് ഉദ്ഘാടനം ഈ മാസം 31-ന് നടത്തും. 4 നിലകളിലായി 5 കോടി ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ചൂൽപ്പുറത്തെ വെൽനസ് സെന്റർ ഉദ്ഘാടനത്തിന് സജ്ജമായതായും തീയതി പിന്നീട് അറിയിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. തെരുവുനായ ശല്യം വർദ്ധിച്ചുവരുന്ന വിഷയം KP ഉദയൻ ഉന്നയിച്ചു. തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര നിയമങ്ങളാണ് തടസ്സമെന്ന് ചെയർമാൻ മറുപടി നൽകി. കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വേണമെന്ന പ്രമേയം കൌൺസിൽ അംഗീകരിച്ചു. ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിനായി കുറുക്കൻപാറയിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ കോൺക്രീറ്റിംഗ് പ്രവൃത്തികൾ പൂർത്തിയായി. AC മൊയ്തീൻ MLA നിർമ്മാണ സ്ഥലങ്ങൾ സന്ദർശിച്ചു.
നഗരസഭാ പരിധിയിലെ കുറുക്കൻപാറയിൽ 4 ഏക്കർ സ്ഥലത്താണ് നവീന രീതിയിലുള്ള താലൂക്ക് ആസ്ഥാന മന്ദിരം പണിയുന്നത്. 37,000 ചതുരശ്ര അടിയിൽ 5 നിലകളിലായാണ് താലൂക്ക് മന്ദിരം നിർമ്മിക്കുക. കെട്ടിടത്തിനുള്ളിൽ നിശ്ചിത സ്ഥലത്ത് വിവിധ ഓഫീസുകളെ ഉൾപ്പെടുത്തും. വീഡിയോ കോൺഫറൻസ് ഹാളും ഉണ്ടാകും. താലൂക്ക് ഓഫീസ് പ്രവർത്തനത്തിനു മാത്രം 8,500 ചതുരശ്ര അടി സ്ഥലം മാറ്റിവെക്കും. കെട്ടിടത്തോട് ചേർന്ന് മറ്റൊരു കെട്ടിടത്തിൽ ക്യാൻറ്റീനും ഉണ്ടാകും. കോമ്പൗണ്ടിനുള്ളിൽ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ടോയ്ലറ്റ് ബ്ലോക്കും സജ്ജമാക്കും. ആധുനിക നവീന രീതിയിലുള്ള കവാടം, പാർക്കിംഗ്, പൂന്തോട്ടം, ലാൻഡ്സ്കേപ്പിംഗ്, 2ാം ഗേറ്റ് എന്നിവയും ആസ്ഥാന മന്ദിരത്തിനുണ്ടാകും. തലപ്പള്ളി താലൂക്കിന്റെ ഭാഗമായിരുന്ന 29 വില്ലേജുകൾ ഉൾപ്പെടുത്തിയാണ് കുന്നംകുളം താലൂക്ക് 2016 രൂപീകൃതമായത്. കാക്കാട് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തനം ആരംഭിച്ച താലൂക്കിനനുബന്ധമായി ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസ്, സിവിൽ സപ്ലൈസ്, ലീഗൽ മെട്രോളജി, സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ് തുടങ്ങി താലൂക്ക് തല ഓഫീസുകളും പുതിയതായി നിലവിൽ വന്നു. 2018 മാർച്ച് 31 മുഖ്യമന്ത്രി പിണറായി വിജയൻ കുന്നംകുളം താലൂക്ക് നാടിന് സമർപ്പിച്ചത്. അന്നുമുതലേ റവന്യൂ വകുപ്പിന്റെ കൈവശമുള്ള കുറുക്കൻപാറയിലെ വിശാലമായ ചാവക്കാട് വടക്കാഞ്ചേരി സംസ്ഥാന പാതയോട് ചേർന്ന 4.5 ഏക്കർ സ്ഥലത്ത് പുതിയ കാലത്തിനനുസൃതമായ താലൂക്ക് ആസ്ഥാന മന്ദിരം പണിയുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. 2019 ആദ്യഘട്ടമായി സംസ്ഥാന ബജറ്റ് മുഖേന 10 കോടി രൂപ അനുവദിച്ചു. 2022 അടുത്ത ഘട്ടമായ 10 കോടിയും അന്തിമമായി തയ്യാറാക്കിയ DPR പ്രകാരമുള്ള അധിക തുക 2.422 കോടി രൂപ 2023 ആകെ 22.422 കോടി രൂപയാണ് സർക്കാർ ഈ പദ്ധതിക്കായി അനുവദിച്ചത്. 21.20 കോടി രൂപയുടെ കോമ്പോസിറ്റ് ടെൻഡർ പൂർത്തിയാക്കിയാണ് നിർമ്മാണം നടക്കുന്നത്. സിവിൽ വർക്കിനോടൊപ്പം ഇലക്ട്രിഫിക്കേഷനും ലിഫ്റ്റും എയർ ഫൈറ്റിംഗ് സംവിധാനങ്ങളും ഉൾപ്പെടുത്തി മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒറ്റ ടെൻഡറിൽ തന്നെ പൂർത്തിയാക്കുന്ന കോമ്പോസിറ്റ് രീതിയാണ് അനുവർത്തിച്ചിട്ടുള്ളത് എന്നതിനാൽ എല്ലാ പ്രവൃത്തികളും ഒരേ സമയം പൂർത്തിയാക്കാനാകും. സെപ്റ്റംബറോടെ മുഴുവൻ പ്രവൃത്തികളും പൂർത്തിയാക്കാനാകുമെന്ന് MLA അറിയിച്ചു. വാർഡ് കൗൺസിലർ സനൽ AS, പൊതുമരാമത്ത്, കെട്ടിട വിഭാഗം, കരാർ കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവർ സന്നിഹിതരായി. അമ്മയോടൊപ്പം ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ 2.5 വയസ്സുകാരിയുടെ അരപ്പവൻ സ്വർണ്ണ ചെയിൻ പൊട്ടിച്ചെടുത്ത മോഷ്ടാവിനെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് വടവന്നൂർ പിലാപ്പിള്ളി വീട്ടിൽ രാമകൃഷ്ണനെയാണ് ഗുരുവായൂർ ടെമ്പിൾ SI പ്രീത ബാബുവും സംഘവും അറസ്റ്റ് ചെയ്തത്. പൊന്നാനി കാലടി മുണ്ടകപ്പറമ്പിൽ നീതുവിന്റെ അരപ്പവൻ വരുന്ന സ്വർണ്ണ ചെയിനാണ് ക്ഷേത്ര കൊടിമരത്തറയ്ക്കരികിൽ നിന്നും ഇയാൾ പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചത്. 2015 പ്രതിയുടെ പേരിൽ മോഷണക്കുറ്റത്തിന് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ കേസുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ രമേശ് ചെന്നിത്തല ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനം സന്ദർശിച്ചു. മെത്രാപ്പൊലീത്ത സ്ഥാനാരോഹണത്തിന്റെ 15 വർഷങ്ങൾ പിന്നിട്ട കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്തയെ രമേശ് ചെന്നിത്തല ആദരിച്ചു. ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ, ഡീക്കൻ റിനു പ്രിൻസ്, CK ബാബു എന്നിവർ ചേർന്ന് രമേശ് ചെന്നിത്തലയെ അരമനയിൽ സ്വീകരിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, UDF ചെയർമാൻ TV ചന്ദ്രമോഹൻ, ജോസഫ് ചാലിശ്ശേരി, A പ്രസാദ്, K ജയശങ്കർ, ലബീബ് ഹസൻ, ബിജു C ബേബി എന്നിവർ സന്നിഹിതരായിരുന്നു. തങ്ങൾക്കിഷ്ടമില്ലാത്തത് പറയുന്നവരെ ദേശദ്രോഹികളായി കാണുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ്. കേച്ചേരി ഗ്രാമീണ വായനശാലയുടെ നവതി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് സംസാരിക്കണമെന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. വളരെ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ പോലും ഒരുപക്ഷെ അത് ദേശവിരുദ്ധവും രാജ്യദ്രോഹവുമായി കണക്കാക്കിയേക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ടുതന്നെ പലപ്പോഴും മൗനമാണെന്ന് നല്ലത് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് താൻ. നമ്മളിന്ന് ആശ്വാസകരമായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതിന് കാരണം ഒരു യുദ്ധഭീഷണി ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. സംഭവിച്ചേക്കാവുന്ന ഒരു യുദ്ധമായിരുന്നു അത്. ഒഴിഞ്ഞുപോയി എന്നത് വലിയ ആശ്വാസം തരുന്ന കാര്യമാണ്. പക്ഷേ പലർക്കും അത് നിരാശയും ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു അടി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന പല വ്യക്തികളും നമുക്കിടയിലുണ്ട്. യുദ്ധം ഉണ്ടാകരുത് എന്ന് വിചാരിക്കുന്നവർ, ദേശസ്നേഹം ഇല്ലാത്തവരും യുദ്ധമുണ്ടായി പലരും മരിക്കണമെന്നും നഗരങ്ങളും ഗ്രാമങ്ങളും ചുട്ട് ചാമ്പലാക്കണമെന്നും നാശനഷ്ടങ്ങൾ ഉണ്ടാകണമെന്നും വിചാരിക്കുന്നവർ ദേശസ്നേഹികളായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിതെന്നും റഫീഖ് അഹമ്മദ് വ്യക്തമാക്കി. അപ്പോൾ അങ്ങനെ യുദ്ധം ഉണ്ടാവരുത് എന്ന് വിചാരിക്കുന്നവര് ദേശസ്നേഹമില്ലാത്തവര്, യുദ്ധം ഉണ്ടാവണം, ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മരിക്കണം, പിന്നെ നഗരങ്ങളും ഗ്രാമങ്ങളൊക്കെ ചുട്ട് ചാമ്പലാവണം, നാശനഷ്ടങ്ങൾ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നവർ ദേശസ്നേഹികളും ആയിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലം കൂടിയാണെന്നത് ആലോചിച്ചു. സംഘാടക സമിതി ചെയർമാൻ PK രാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഡോക്ടർ കലാമണ്ഡലം രജിത രവിയെ ആദരിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, ലൈബ്രറി കൌൺസിൽ കുന്നംകുളം താലൂക്ക് സെക്രട്ടറി വത്സൻ പാറന്നൂർ,
സംഘാടക സമിതി രക്ഷാധികാരികളായ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, MM ഷംസുദ്ദീൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ PB അനൂപ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ KA സൈഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഡബ്ബ ബീറ്റ്സ് അവതരിപ്പിച്ച മ്യൂസിക്കൽ ഷോയും അരങ്ങേറി. ഞമനേങ്ങാട് ചക്കിത്തറയിൽ മരത്തിൽ നിന്ന് വീണ് ഗൃഹനാഥൻ മരിച്ചു. കാട്ടിശ്ശേരി സുകുമാരൻ മകൻ 53 വയസ്സുള്ള ഷാജിയാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 അപകടം. ചക്കിത്ര ഈഴുവപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരം മുറിക്കുന്നതിനിടെ താഴേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ ഡോള വെൽഫെയർ ആംബുലൻസിൽ കുന്നംകുളം സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഷാബിയാണ് ഭാര്യ. അതുല്യ, അഞ്ജന എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി പഞ്ചായത്തിൽ നിന്ന് ആരംഭിക്കുന്ന മങ്ങാട് പുതുരുത്തി അത്താണി റോഡിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഓൺലൈനിലൂടെ നിർവഹിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അധ്യക്ഷനായി. എരുമപ്പെട്ടി പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ അധ്യക്ഷനായി. പൊതുമരാമത്ത് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S. ഹരീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് മെമ്പർ ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, മെമ്പർമാരായ MK ജോസ്, മാഗി അലോഷ്യസ്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ PC അബാൽമണി, TK മനോജ് കുമാർ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് UV കൃഷ്ണൻ തുക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കരിച്ചാൽ കടവ് പാലത്തിന്റെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താനായി MLA AC മൊയ്തീൻ സ്ഥലം സന്ദർശിച്ചു. ദ്രുതഗതിയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ജൂൺ മാസത്തിൽ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കുന്നംകുളം MLA AC മൊയ്തീൻ നിർമ്മാണ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കാട്ടകമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TS മണികണ്ഠൻ, ചെറുകിട ജലസേചന വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ലക്ഷ്മി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സദാനന്ദൻ മാസ്റ്റർ, MN സത്യൻ, VK ബാബുരാജൻ, MA കുമാരൻ എന്നിവർ MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. നിലമ്പൂർ ABM ബിൽഡേഴ്സ് എന്ന കമ്പനിയാണ് കരാർ ഏറ്റെടുത്ത് നിർമ്മാണം നടത്തുന്നത്. പൊന്നാനി കോൾ മേഖലയുടെ ജലസ്രോതസ്സായ നൂറടിത്തോടിനെ ബന്ധപ്പെടുത്തിയുള്ള പാലത്തിന്റെ നിർമ്മാണം വെള്ളം വറ്റുന്ന മാർച്ച് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ കാര്യക്ഷമമായി നിർവഹിക്കാൻ കരാർ കമ്പനിക്കായിട്ടുണ്ട്. സ്ലാബുകളുടെ നിർമ്മാണം പൂർത്തിയായി. അപ്രോച്ച് റോഡ് നിർമ്മാണം, പാലത്തിന്റെ വശങ്ങളുടെ സംരക്ഷണം തുടങ്ങിയവയാണ് നിലവിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. പുതിയ കരാർ കമ്പനി നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കിയതോടെ ഏറെക്കാലമായി നാട്ടുകാർ കാത്തിരിക്കുന്ന പദ്ധതി ഈ സീസണിൽ പൂർത്തിയാകും. പാലം നിർമ്മാണം പൂർത്തീകരിച്ചാൽ കാട്ടകമ്പാൽ, വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമായി കരിച്ചാൽ കടവ് പാലം മാറും. യാത്രികർക്ക് ഭീഷണിയായ ചൂണ്ടൽ ബസ് സ്റ്റോപ്പിന് സമീപമുള്ള തണൽ വൃക്ഷം ഭാഗികമായി മുറിച്ചു നീക്കി. CCTV വാർത്തയെ തുടർന്നാണ് മരം മുറിച്ചു നീക്കാൻ അധികൃതർ തയ്യാറായത്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിൽ ചൂണ്ടൽ ബസ് സ്റ്റോപ്പിനു സമീപത്തുള്ള കൂറ്റൻ ഉങ്ങുമരമാണ് യാത്രികർക്ക് ഭീഷണിയായി സ്ഥിതി ചെയ്തിരുന്നത്. വർഷങ്ങളായി റോഡരികിലായി സ്ഥിതി ചെയ്യുന്ന മരത്തിന്റെ ശിഖരങ്ങൾ റോഡിലേക്കായാണ് വളർന്നു നിന്നിരുന്നത്. ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ സ്ഥിരമായി ഈ ശിഖരങ്ങളിലിടിച്ച് അപകടമുണ്ടാകുന്നതും പതിവായിരുന്നു. രാത്രികാലങ്ങളിലാണ് അപകടങ്ങളിൽ ഏറെയും നടന്നിരുന്നത്. ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് നിൽക്കുന്ന മരം ചെരിഞ്ഞ് മേൽക്കൂരയിൽ തട്ടിയതുമൂലം ബസ് സ്റ്റോപ്പും ചെരിഞ്ഞ സ്ഥിതിയിലാണുള്ളത്. മഴക്കാലമാകുന്നതോടെ മരം ബസ് സ്റ്റോപ്പിന് മുകളിലേക്ക് മറിഞ്ഞു വീഴുമോ എന്ന ആശങ്കയിലായിരുന്നു പ്രദേശവാസികളും യാത്രക്കാരും. പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും ബുദ്ധിമുട്ടിനെ സംബന്ധിച്ച് CCTVയിൽ ബുധനാഴ്ച വാർത്ത നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് റോഡ് നിർമ്മാണത്തിന്റെ ചുമതലയുള്ള KSTP അധികൃതർ ബസ് സ്റ്റോപ്പിന് മുകളിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന വലിയ ശിഖരങ്ങളും അപകടകരമായ മറ്റു കൊമ്പുകളും വെട്ടിമാറ്റുകയായിരുന്നു. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന സംസ്ഥാനപാതയോട് ചേർന്നു നിൽക്കുന്ന മരം വലിയ അപകട ഭീഷണിയാണ് സൃഷ്ടിച്ചിരുന്നത്. മരത്തിന്റെ കൊമ്പുകൾ മുറിച്ചുമാറ്റിയതോടെ പ്രദേശവാസികളും യാത്രികരും ഏറെ ആശ്വാസത്തിലാണ്. വെൺമേനാട് MASM സ്കൂൾ സ്ഥാപക മാനേജർ MK മുഹമ്മദ് ഹാജി അനുസ്മരണവും സ്കൂളിന്റെ 60ാം വാർഷിക സുവനീർ പ്രകാശനവും നടത്തി. മണലൂർ MLA മുരളി പെരുന്നലി ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന അധ്യക്ഷത വഹിച്ചു. മുൻ MLA KV അബ്ദുൽ ഖാദർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OJ ഷാജൻ മാസ്റ്റർ വജ്ര ജൂബിലി സുവനീർ വജ്രദീപ്തി പ്രകാശനം ചെയ്തു. വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് UAE ഷെയ്ഖ് ബാബ സായിദ് ബിൻ സുൽത്താന്റെ പേരിലുള്ള പുരസ്കാരം മാനേജർ പ്രതിനിധി MK മുഹമ്മദ് മുനീർ ഏറ്റുവാങ്ങി. SSLCക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരെയും USS വിജയം വരിച്ചവരെയും മുരളി പെരുന്നലി MLA ആദരിച്ചു. വാർഡ് മെമ്പർമാരായ സുധ K, ദ്രൗപദി, ഹബീബ് കോക്കക്കിലത്ത്, PTA പ്രസിഡന്റ് മുഹമ്മദ് സിംല, സുവനീർ കമ്മിറ്റി ചെയർമാൻ റഹ്മാൻ തിരുനെല്ലൂർ തുടങ്ങിയവർ പങ്കെടുത്തു.
ജ്വലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം എന്ന മുദ്രാവാക്യവുമായി മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി. നഗരകേന്ദ്രത്തിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗം മുൻ UDF ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് രേഷ്മ സതീഷ് അധ്യക്ഷയായി. സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജെബി മേത്തർ MP മുഖ്യപ്രഭാഷണം നടത്തി. മുൻ ആലത്തൂർ MPയും യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയുമായ രമ്യ ഹരിദാസ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, DCC സെക്രട്ടറിമാരായ KC ബാബു, CI ഇട്ടി മാത്യു, ബിജോയ് ബാബു, കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PI തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി, കേരളത്തിലെ അമ്മമാരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത മുഖ്യമന്ത്രി, പാവപ്പെട്ടവനും സാധാരണക്കാരന്റെയും ജീവിതം ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന മുഖ്യമന്ത്രി, വിലക്കയറ്റം രൂക്ഷമായി പാവപ്പെട്ടവന്റെ നടുവൊടിയുമ്പോൾ ആശ്വാസം പകരുന്ന തീരുമാനങ്ങളെല്ലാം മറിച്ച് വെള്ളക്കരം കൂട്ടുന്ന, വൈദ്യുതി ചാർജ് കൂട്ടുന്ന, പെൻഷൻ നൽകാത്ത, ആശുപത്രിയിൽ ചെന്നാൽ മരുന്ന് ലഭിക്കാത്ത, റേഷൻ കടയിൽ ചെന്നാൽ സാധനം ലഭിക്കാത്ത സാഹചര്യം സംജാതമായിട്ടും ഒന്നും ചെയ്യാത്ത മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയാണ് മഹിളാ കോൺഗ്രസ് വിരൽ ചൂണ്ടുന്നത്. ലഹരിക്കും വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രചരണ കാൽനട ജാഥയുടെ പര്യടനത്തിന് തുടക്കമായി. മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി പത്മ വേണുഗോപാൽ ക്യാപ്റ്റനായും പ്രസിഡന്റ് പുഷ്പ ജോൺ വൈസ് ക്യാപ്റ്റനായും ട്രഷറർ സീതാ രവീന്ദ്രൻ മാനേജരുമായ ജാഥയ്ക്ക് മറ്റം സെന്ററിൽ നൽകിയ ആദ്യ സ്വീകരണ യോഗത്തിൽ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. സംഘാടക സമിതിക്കു വേണ്ടി മിനി ജയൻ, CPIM മറ്റം ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി KS ദിലീപ്, മഹിളാ അസോസിയേഷൻ മറ്റം മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി വിജിത മജ്നു, കർഷക സംഘത്തിനു വേണ്ടി PV സുധാകരൻ, കർഷക തൊഴിലാളി യൂണിയനു വേണ്ടി NA ബാലചന്ദ്രൻ, DYFIക്ക് വേണ്ടി ദേവിക, SFIക്ക് വേണ്ടി EP പ്രണവ്, പട്ടികജാതി ക്ഷേമ സമിതിക്കു വേണ്ടി EV മജ്നു എന്നിവർ ജാഥയെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. ജാഥ സ്വീകരണത്തിന് ക്യാപ്റ്റൻ പത്മ വേണുഗോപാൽ നന്ദി പറഞ്ഞു. കഴിഞ്ഞ ദിവസം കടവല്ലൂരിൽ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M ഗിരിജാദേവിയാണ് ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. തലപ്പിള്ളി സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പ്രാഥമിക സംഘം ജീവനക്കാരുടെ പ്രതിനിധിയായി തെരഞ്ഞെടുത്ത കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി KJ ബിജുവിനെ അനുമോദിച്ചു. കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന അനുമോദന സദസ്സ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് A ജയകൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ സഹകരണ ബാങ്ക് മുൻ ഡയറക്ടറും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ M ബാലാജി ഉപഹാര സമർപ്പണം നടത്തി. KSFE മുൻ ഡയറക്ടർ KF ഡേവിസ്, കുന്നംകുളം ഹൗസിംഗ് സഹകരണ സംഘം പ്രസിഡന്റ് MN സത്യൻ, കടവല്ലൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് K കൊച്ചനിയൻ, കൂനമുച്ചി ബാങ്ക് മുൻ പ്രസിഡന്റ് MB പ്രവീൺ, ചുവന്നൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KK സതീശൻ, ജീവനക്കാരായ PM മുസ്തഫ, TM ഫൈസൽ, KP അജിത്, ഭരണസമിതി അംഗം PC രതീഷ്, പൊതുപ്രവർത്തകരായ M പീതാംബരൻ, MV സന്തോഷ്, KS ദിലീപ് എന്നിവർ സംസാരിച്ചു. KJ ബിജു മറുപടി പ്രസംഗം നടത്തി. വിദ്യാർത്ഥികളിൽ ശാരീരികക്ഷമതയും മാനസികാരോഗ്യവും ഉറപ്പാക്കാൻ സ്കൂളുകളിൽ ആരംഭിക്കുന്ന സുംബ ഡാൻസ് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി. ഇതിന്റെ ഭാഗമായി 8ാം ക്ലാസ്സിലെ കലാപഠനം പാഠപുസ്തകത്തിൽ സുംബ ഡാൻസ് ഉൾപ്പെടുത്തി. ഇതിനായി മുഴുവൻ അധ്യാപകർക്കും പരിശീലനം ആരംഭിച്ചു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുഴുവൻ കുട്ടികളെയും സ്കൂളുകളിൽ സുംബ ഡാൻസ് ചെയ്യിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിരുന്നു. അടുത്ത ദിവസം പാഠപുസ്തകം കുട്ടികളുടെ കൈകളിലെത്തും. നൃത്തവും ഫിറ്റ്നസ് വർക്കൌട്ടും ഒരുമിക്കുന്ന സുംബ ഡാൻസ് ജനപ്രിയ നൃത്തങ്ങൾ എന്ന പാഠഭാഗത്തിലാണ് ചിത്രം സഹിതം പഠിപ്പിക്കുന്നത്. ഇതിന്റെ ഉത്ഭവവും മറ്റ് വിവരങ്ങളുമുണ്ട്. ബ്രേക്ക് ഡാൻസിനെ കുറിച്ചും പാഠഭാഗത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഡ്രം ബീറ്റുകൾക്കൊപ്പം സുംബ ഡാൻസ് ചെയ്യാനും പരിശീലനം നൽകും. ലഹരിവിരുദ്ധ പ്രവർത്തനം ശക്തിപ്പെടുത്താനായി മുഖ്യമന്ത്രി വിളിച്ച ഉന്നത യോഗത്തിലാണ് സുംബ ഡാൻസ് കുട്ടികളെ പരിശീലിപ്പിക്കാനും എല്ലാ ദിവസവും ചെയ്യിക്കാനുള്ള സംവിധാനം സ്കൂളിൽ ഒരുക്കാനും നിർദ്ദേശം നൽകിയത്. ലഹരിക്കും വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രചരണ കാൽനട ജാഥയ്ക്ക് ചൂണ്ടൽ പഞ്ചായത്തിലെ പെലക്കാട്ട് പയ്യൂരിൽ സ്വീകരണം നൽകി. മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി പത്മ വേണുഗോപാൽ ക്യാപ്റ്റനായും പ്രസിഡന്റ് പുഷ്പ ജോൺ വൈസ് ക്യാപ്റ്റനായും ട്രഷറർ സീതാ രവീന്ദ്രൻ മാനേജരുമായ ജാഥ വെള്ളിയാഴ്ച രാവിലെ മറ്റം സെന്ററിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. കൂനമുച്ചി സെന്ററിലെ സ്വീകരണത്തിനു ശേഷം പെലക്കാട്ട് പയ്യൂരിലെ സ്വീകരണ കേന്ദ്രത്തിലെത്തിയ ജാഥയെ CPM ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ,
ലോക്കൽ സെക്രട്ടറി എം പീതാംബരൻ, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുടർന്ന് ജാഥ ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും മാനേജരെയും വിവിധ വർഗ ബഹുജന സംഘടനകൾക്കു വേണ്ടി നേതാക്കൾ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. സ്വീകരണ യോഗത്തിൽ രേഖ സുനിൽ അധ്യക്ഷയായി. പുതുശ്ശേരിയിലെ സ്വീകരണത്തിനു ശേഷം പ്രചരണ ജാഥ കാണിപ്പയ്യൂരിൽ സമാപിച്ചു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ മഹിളാ അസോസിയേഷൻ നേതാക്കളായ ആൻസി വില്യംസ്, രേഖ സുനിൽ, അജിത അശോകൻ, അനിത സുകുമാരൻ, മിനി ജയൻ, സിന്ധു മനോജ്, അഡ്വക്കേറ്റ് സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. ചിറനെല്ലൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. കേച്ചേരി കിരണം കണ്ണാശുപത്രിയുമായി സഹകരിച്ച് ചിറനെല്ലൂർ ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് സംഘടിപ്പിച്ച സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് മഹല്ല് പ്രസിഡന്റ് AM അബ്ദുൾ ഹമീദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് സെക്രട്ടറി PK അബ്ദുൾ ഖാദർ അധ്യക്ഷനായി. ട്രഷറർ RK ഹംസ ഹാജി, മറ്റ് ഭാരവാഹികളായ VV ഖാലിദ്, TK ഹക്കീം എന്നിവർ സംസാരിച്ചു. അംഗങ്ങളായ PK പരീദ്, RK അബു, AM മുഹമ്മദ് കുട്ടി എന്നിവർ നേതൃത്വം നൽകി. ക്യാമ്പിൽ 50-ലേറെ പേർ രോഗനിർണയം നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ സ്വീകരണം നൽകി. മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങ് മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രേണുക ശങ്കർ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, OKR മണികണ്ഠൻ, KD വീരമണി, KP ഉദയൻ, CS സൂരജ്, നിഖിൽ G കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് പുന്നേർകുളം ആൽത്തറയിൽ സ്വീകരണം നൽകി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ശ്രീരേഖ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയും മുൻ MP-യുമായ രമ്യ ഹരിദാസ്, ജില്ലാ ഉപാധ്യക്ഷ പ്രിയ ഗോപിനാഥ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷ രജനി രാമാനന്ദൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയലക്ഷ്മി രത്നൻ, ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണവും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TP രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK ടോണി അധ്യക്ഷനായി. ഹെൽത്ത് സൂപ്പർവൈസർ VJ ജോബി, ഹെൽത്ത് ഇൻസ്പെക്ടർ MK സുരേഷ് ബാബു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബാബു ഫ്രാൻസിസ്, PRO ബിന്ദു ഉദയൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ നമിത, ബെറ്റി സൈമൺ, പ്രിൻസി, നിമിഷ, ശരണ്യ, അലീന, റിൻഡു എന്നിവർ ഫ്ലാഷ് മോബിന് നേതൃത്വം നൽകി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ ഭീകരതയ്ക്ക് തിരിച്ചടി നൽകിയ ഇന്ത്യൻ സേനയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് BJP തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിവർണ്ണ സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചു. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ നിന്നും ആരംഭിച്ച യാത്ര നഗരം ചുറ്റി ഗുരുവായൂർ കിഴക്കേ നട ഗാന്ധി സ്മൃതി മണ്ഡപത്തിന് മുന്നിൽ സമാപിച്ചു. ചടങ്ങിൽ BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C നിവേദിത അധ്യക്ഷത വഹിച്ചു. ധീരജവാന്മാരായ ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യൻ, ശ്രീധരൻ, KK വേലായുധൻ, ശശിധരൻ, മോഹനൻ, പ്രേമരാജൻ, വിജയകുമാർ, ക്യാപ്റ്റൻ സ്വാമിനാഥൻ എന്നിവർക്ക് സ്വീകരണം നൽകി. BJP നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KR അനീഷ്, KS രാജേഷ്, വിപിൻ കുടിയടത്ത്, ജില്ലാ ട്രഷറർ K ഗിരീഷ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പാട്ടബാക്കി നാടകത്തിലെ ബാലതാരം അമൽ കൃഷ്ണയെ മുൻ റവന്യൂ വകുപ്പ് മന്ത്രി KP രാജേന്ദ്രൻ ആദരിച്ചു. CPI ജന്മശതാബ്ദിയുടെ ഭാഗമായി മെയ് 18 വടക്കേക്കാട് അരങ്ങേറുന്ന ചരിത്ര നാടകം പാട്ടബാക്കിയുടെ പരിശീലന ക്യാമ്പ് സന്ദർശിക്കാനെത്തിയതായിരുന്നു KP രാജേന്ദ്രൻ. USS പരീക്ഷയിൽ സ്കോളർഷിപ്പ് നേടിയ അമൽ കൃഷ്ണ പാട്ടബാക്കി നാടകത്തിലെ ബാലതാരമാണ്. CPI ജില്ലാ സെക്രട്ടറി വത്സലൻ, പ്രേംരാജ് ചുണ്ടലാത്ത്, ഷാജൻ മാസ്റ്റർ, ജ്യോതിരാജ്, KK സുധീരൻ, ശ്രീനിവാസൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂൾ വിദ്യാർത്ഥിയായ അമൽ കൃഷ്ണ സുരേഷ് ബാബു, ജയകല ദമ്പതികളുടെ മകനാണ്. എരുമപ്പെട്ടി പഞ്ചായത്ത് 2024-25 പദ്ധതി പ്രകാരം ഗാർഹിക ഓർഗാനിക് കമ്പോസ്റ്റർ ബിൻ വിതരണം ചെയ്തു. പ്രസിഡന്റ് S വസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ അധ്യക്ഷയായി. മെമ്പർമാരായ ES സുരേഷ്, MC ഐജു, സതി മണികണ്ഠൻ, റിജി ജോർജ്, എക്സ്റ്റൻഷൻ ഓഫീസർ ജസ്റ്റിൻ സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു.
ഗുരുവായൂർ സബ് ആർ ടി ഓഫീസിന്റെ കീഴിലുള്ള സ്കൂൾ ബസ്സുകളുടെ പ്രീ മൺസൂൺ ചെക്കിംഗ് 21-ാം തീയതി മുതൽ 28-ാം തീയതി വരെ മമ്മിയൂർ തമ്പുരാൻപടി റോഡിൽ ആനക്കോട്ടയ്ക്ക് മുൻവശത്തായുള്ള CF ടെസ്റ്റ് ഗ്രൗണ്ടിൽ നടക്കും. രാവിലെ 8 മണി മുതലാണ് പരിശോധനയെന്ന് ജോയിന്റ് RTO ഗുരുവായൂർ അറിയിച്ചു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കുളങ്ങളിലെ മത്സ്യകൃഷി, പടുതാക്കുളം, റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം, ഒരു ജല കരിമീൻ മത്സ്യകൃഷി, ബയോഫ്ലോക്ക് മത്സ്യകൃഷി, കരിമീൻ മത്സ്യ വിത്തുൽപാദന കേന്ദ്രം, പൊതുജലാശയങ്ങളിലെ കൂടു മത്സ്യകൃഷി തുടങ്ങിയ പദ്ധതികളിലേക്ക് പുന്നയൂർ, പുന്നേർകുളം, ഒരുമനയൂർ, വടക്കേക്കാട്, ചാവക്കാട് നഗരസഭ എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കർഷകർക്ക് അപേക്ഷിക്കാം. അപേക്ഷയോടൊപ്പം ഭൂനികുതി, ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് എന്നിവയുടെ കോപ്പികൾ സമർപ്പിക്കണം. അപേക്ഷകൾക്കും വിശദ വിവരങ്ങൾക്കുമായി ചാവക്കാട് മത്സ്യഭവനുമായോ 80 75 34 41 79 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 25 ആണ്. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ വിശുദ്ധ ജോൺ നെമ്പൂസിയാന്റെയും വിശുദ്ധ മത്തായി ശ്ലീഹായുടെയും പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട് കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. സഹവികാരി ഫാദർ ആൽവിൻ പട്ടിയക്കൽ, കൈക്കാരന്മാരായ CA ടോണി, CK സെബി, ജോൺസൺ നീലങ്കാവിൽ, തിരുനാൾ കൺവീനർ PV പിയൂസ്, ജോയിന്റ് കൺവീനർ പോളി ജോസ്, തിരുനാൾ കമ്മിറ്റി ഭാരവാഹികളായ TM ജോസ്, ഷൈനി കുര്യൻ, CD ജോജു, AC ജെയിംസ്, KF ആൻഡോ എന്നിവർ നേതൃത്വം നൽകി. മെയ് 24, 25 തീയതികളിലായാണ് ദേവാലയത്തിൽ സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാൾ പ്രമാണിച്ച് ശനിയാഴ്ച മുതൽ ഒരാഴ്ചക്കാലം വൈകിട്ട് 7:15 കിഴക്കേതല കുരിശുപള്ളിയിൽ ലതീഞ്ഞ നൊവേന ഉണ്ടായിരിക്കും. തിരുനാൾ ദിനമായ മെയ് 25 ഞായറാഴ്ച രാവിലെ 5:45-നും 7-നും ദിവ്യബലിയും 9 മണിക്ക് ആഘോഷമായ പാട്ട് കുർബാനയും തുടർന്ന് പ്രദക്ഷിണവും നടക്കും. തിരുനാളിനോടനുബന്ധിച്ച് സൗജന്യ ഊട്ടും ഞായറാഴ്ച ഉണ്ടാകും. LSS സ്കോളർഷിപ്പിൽ ഉന്നത വിജയം നേടി പഴഞ്ഞി മാർത്തോമാ സ്കൂളിലെ മിടുക്കികൾ. കാട്ടുകാമ്പാൽ പഞ്ചായത്തിലെ പഴഞ്ഞി മാർത്തോമാ സ്കൂളിലെ 3 വിദ്യാർത്ഥിനികൾ LSS സ്കോളർഷിപ്പ് നേടി. ദിയ CS, MR അമേയ, MJ ടെനിഷ എന്നിവരാണ് ഉന്നത വിജയം കരസ്ഥമാക്കിയത്. ജില്ലയിലെ വയലത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തലക്കോട്ടൂർ തറവാട്ട് സിൽവർ ജൂബിലി നിറവിൽ. തലക്കോട്ടൂർ തറവാട് വിശാല സംഗമം മെയ് 18 ഞായറാഴ്ച വയലത്തൂർ സെന്റ് സിറിയക് ദേവാലയത്തിൽ നടത്തുമെന്ന് ഭാരവാഹികൾ പുന്നേർകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച വയലത്തൂർ സെന്റ് സിറിയക് ദേവാലയത്തിൽ 3 മണിക്ക് വിശുദ്ധ കുർബാനയോടെ ആരംഭിക്കുന്ന ചടങ്ങുകൾക്ക് തറവാട്ടിലെ മുതിർന്ന അംഗങ്ങളായ ജേക്കബ് തലക്കോട്ടൂർ, TP എബ്രഹാം, കത്രീന ആന്റണി എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തും. തുടർന്ന് പള്ളിയുടെ മതബോധന ഹാളിൽ നടക്കുന്ന പൊതുസമ്മേളനം മുംബൈ കല്യാൺ രൂപതയിൽ സേവനമനുഷ്ഠിച്ചു വരുന്ന ഫാദർ ദേവമിത്ര നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ അധ്യക്ഷത വഹിക്കും. സുവനീർ പ്രകാശനം വയലത്തൂർ പള്ളി വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കുടുംബാംഗവുമായ ജിൻസി ബാബുവിനെ കൈമാറിക്കൊണ്ട് നിർവഹിക്കും. തുടർന്ന് വിവിധ മേഖലകളിൽ കഴിവു തെളിയിച്ച പ്രതിഭകളെയും കുടുംബത്തിലെ മുതിർന്നവരെയും ആദരിക്കും. ശേഷം കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവ ഉണ്ടാകും. പൊന്നിയൂർക്കുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ, സെക്രട്ടറി TA സജി, ട്രഷറർ TI കുര്യാക്കോസ്, TJ ഡെന്നി എന്നിവർ പങ്കെടുത്തു. MSF പുന്നയൂർ പഞ്ചായത്ത് സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. എടക്കര ടർഫിൽ MSF സംസ്ഥാന കമ്മിറ്റി മുൻ സെക്രട്ടറി AT അസ്റുദ്ദീൻ കിക്ക് ഓഫ് ചെയ്തു. പഞ്ചായത്തിലെ MSF വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള ടീമുകൾ തമ്മിൽ നടന്ന മത്സരത്തിൽ മൂന്നേനി 18-ാം വാർഡ് 1-ാം സ്ഥാനവും 20-ാം വാർഡ് 2-ാം സ്ഥാനവും നേടി. മുസ്ലിം ലീഗ് സെക്രട്ടറിമാരായ C അഷ്റഫ്, KK ഹംസക്കുട്ടി, പഞ്ചായത്ത് പ്രസിഡന്റ് M കുഞ്ഞുമുഹമ്മദ്, ജനറൽ സെക്രട്ടറി TK ഉസ്മാൻ, ഭാരവാഹികളായ ഫൈസൽ കുന്നമ്പത്ത്, MKC ബാദുഷ തുടങ്ങിയവർ ടീമംഗങ്ങളെ പരിചയപ്പെട്ടു. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി KB ബാദുഷ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് 4-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി നടത്തിയ LSS എക്സാമിൽ ഉന്നത വിജയം നേടിയ മാർ ബസേലിയോസിലെ പ്രതിഭകളെ സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും PTA-യും ചേർന്ന് അനുമോദിച്ചു. ഹനിയ NF, ഹരിഗോവിന്ദ് KS, ആരോൺ VJ, ഫാത്തിമ ഷെൻസ, TS കൃപ, S മരിയ, നിഹാര എന്നീ വിദ്യാർത്ഥികളാണ് 2025-ലെ LSS സ്കോളർഷിപ്പ് നേടിയത്. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ജോൺ ഐസക് വിജയികൾക്ക് ബൊക്കയും മധുരവും നൽകി അഭിനന്ദിച്ചു. പ്രധാന അധ്യാപകൻ ജീവ്ലസ് ജോർജ് അധ്യക്ഷത വഹിച്ചു. പള്ളി മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പർ സജു K ഡേവിഡ്, PTA വൈസ് പ്രസിഡന്റ് MK ലക്ഷ്മണൻ, PTA ഭാരവാഹികളായ ജുബി സജു, സോണി സക്രിയ, അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും സ്കൂൾ ജീവനക്കാരും പങ്കെടുത്തു. നിവേദിക KC, ദീപ്തി ജസ്റ്റിൻ, പോൾ ഡേവിഡ് എന്നിവർ നേതൃത്വം നൽകി.
ലോക നഴ്സസ് ദിനാചരണത്തിന്റെ ഭാഗമായി കുന്നംകുളം മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ നഴ്സുമാർ അടുപ്പുട്ടി കരുണാലയത്തിലെ അന്തേവാസികൾക്ക് ഭക്ഷണം നൽകി. ആശുപത്രിയിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഫുൾ ഹെൽത്ത് ചെക്കപ്പും നടത്തി. കരുണാലയത്തിൽ നടന്ന ചടങ്ങിൽ ആശുപത്രി സെക്രട്ടറി KP സാക്സൺ, ട്രഷറർ മോൻസി P. അബ്രഹാം, ഡോക്ടർ ജിബിൻ ജെയിംസ്, കരുണാലയത്തിലെ സിസ്റ്റർ എലിസബത്ത്, സിസ്റ്റർ യുലിറ്റി എന്നിവർ സംസാരിച്ചു. മലങ്കര നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികളുടെയും അന്തേവാസികളുടെയും കലാപരിപാടികളും അരങ്ങേറി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,720 രൂപ, പവന് 69,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 107 രൂപ. ചരമം ചാലിശ്ശേരി കിടങ്ങത്ത് പരേതനായ ഇട്ടൻപുളയുടെ മകൻ ജോർജ് നിര്യാതനായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടന്നു. മോളിയാണ് ഭാര്യ. മിജി, വിനോദ് എന്നിവർ മക്കളാണ്. പെരുമ്പിലാവ് അറയ്ക്കൽ തെക്കേപ്പാട്ടയിൽ അബൂബക്കർ നിര്യാതനായി. 74 വയസ്സായിരുന്നു. ഖബറടക്കം പെരുമ്പിലാവ് സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ജാഷിറ, ജംഷിദ, ജസീന, മാജിദ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പന്നിത്തടത്ത് ലക്ഷ്യം നിധി എന്ന പേരിൽ പണമിടപാട് സ്ഥാപനം നടത്തി നിക്ഷേപകരെ കബളിപ്പിച്ച് പണം തട്ടിയ കേസിൽ സ്ഥാപന ഉടമ അറസ്റ്റിൽ. പെരിങ്ങോട് മൂളിപ്പറമ്പ് താഴത്തേതിൽ ഉമ്മർ അലിയാണ് അറസ്റ്റിലായത്. അമൃത് ജലവിതരണ പദ്ധതിയുടെ ഭാഗമായ കുടിവെള്ള ടാങ്ക് ആനത്താവളത്തിൽ സ്ഥാപിക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് ഗുരുവായൂർ നഗരസഭ പിന്മാറി. 1.5 ലക്ഷം ലിറ്റർ വെള്ളം സൗജന്യമായി നൽകണമെന്ന ദേവസ്വത്തിന്റെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്. കുന്നംകുളം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിനായി കുറുക്കൻപാറയിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ കോൺക്രീറ്റിംഗ് പ്രവൃത്തികൾ പൂർത്തിയായി. SC മൊയ്തീൻ MLA നിർമ്മാണ സ്ഥലങ്ങൾ സന്ദർശിച്ചു. യാത്രികർക്ക് ഭീഷണിയായ ചൂണ്ടൽ ബസ് സ്റ്റോപ്പിന് സമീപമുള്ള തണൽ വൃക്ഷം ഭാഗികമായി മുറിച്ചു നീക്കി. മരം മുറിച്ചു മാറ്റിയത് CCTV വാർത്തയെ തുടർന്നു. അമ്മയോടൊപ്പം ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ 2.5 വയസ്സുകാരിയുടെ അരപ്പവൻ സ്വർണ്ണച്ചെയിൻ മോഷ്ടിക്കാൻ ശ്രമം. പാലക്കാട് വടവന്നൂർ പിലാപ്പിള്ളി വീട്ടിൽ രാമകൃഷ്ണനെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞമ്മനേങ്ങാട് ചക്കിത്തറയിൽ മരത്തിൽ നിന്ന് വീണ ഗൃഹനാഥൻ മരിച്ചു. കാട്ടുശ്ശേരി സുകുമാരൻ മകൻ 53 വയസ്സുള്ള ഷാജിയാണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.